വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കീം വർക്കർമാർ പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ആശാവർക്കർമാരെ ബലിയാടാക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരപ്രഹസനം അവസാനിപ്പിക്കുക, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി പരിഗണിക്കാനും അവർക്ക് മതിയായ വേതനഘടന നിശ്ചയിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവുക, 10 വർഷത്തിൽ കൂടുതലായി ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുക, സ്കീം വർക്കേഴ്സിന് ESIയും PFും ഗ്രാറ്റുവിറ്റിയും അനുവദിക്കുക, ഓണറേറിയം 26,000 രൂപയാക്കുക, മാസാമാസം വേതനം നൽകുക, പെൻഷൻ തീരുമാനിക്കുമ്പോൾ പിരിയുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക, പ്രതിമാസം 10,000 രൂപ പെൻഷൻ അനുവദിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, ICDS സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശ, അംഗൻവാടി, NHM, സ്കൂൾ പാചകം തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത സ്കീമുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഫെബ്രുവരി 28 രാവിലെ 10 മണിക്ക് പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു ഉദ്ഘാടനം ചെയ്തു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ? ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു, അംഗൻവാടിക്കാര് ഈ കറവ് പറ്റിയ പശുക്കളെ നോക്കാൻ ആ അംഗൻവാടി നിൽക്കുന്ന പ്രദേശത്തെ എല്ലാ വീടുകളിലും പോയി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്ന് 5 വലിയ മൺകുടത്തിൽ നിറച്ചു വെക്കണം. മൺകുടം സൗജന്യമായിട്ട് ആര് കൊടുത്തു? BJP സർക്കാർ കൊടുത്തു. കുടം നിറയ്ക്കാൻ അംഗൻവാടിക്കാർ നേരെ ഓരോ വീട്ടിലും പിച്ചക്കാരെ പോലെ പോയി ശേഖരിച്ചുകൊണ്ട് വന്നു. ഒരു മാസത്തിൽ ഇതിൽ 3 കുടം ഭക്ഷ്യധാന്യങ്ങൾ ആഴ്ച ചന്തയെ കൊണ്ടുപോയിട്ട് വിൽക്കണം. ആ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം എതിനെ നോക്കാൻ, കന്നുകാലികളെയും കുഞ്ഞുങ്ങളെ നോക്കാൻ. അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും ക്രൂരത മധ്യപ്രദേശിലും രാജസ്ഥാനിലും UPയിലെയും അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള സംസ്ഥാന BJP സർക്കാരുകൾ ഈ പാവങ്ങളെ സഹായിക്കാൻ ഒരു നയ പൈസയുടെ സഹായം ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഈ അന്യായത്തെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല? പശു അമ്മയാണ്, ദൈവമാണെന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞു പറ്റിച്ച് കൊടും ചൂഷണം നടത്തുന്നവരാണ് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നാടകം കളിക്കുന്നത്. കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K രമണി സ്വാഗതം പറഞ്ഞു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം B സരള അധ്യക്ഷയായി. CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ, CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ L ഇന്ദിര, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, പാലക്കാട് ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി K ഗീത തുടങ്ങിയവർ സംസാരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം C അംബിക നന്ദി പറഞ്ഞു.